നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം അന്തർദേശീയ വാർത്ത. ഇന്ത്യൻ അതിർത്തിക്ക് സമീപം ചൈന പുതിയ വ്യോമ പ്രതിരോധ കേന്ദ്രം നിർമ്മിക്കുന്നതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. അടുത്ത വാർത്ത. പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നുള്ള ക്രൂരമായ പീഡനത്തെ തുടർന്ന് വനിത ഡോക്ടർ ആത്മഹത്യ ചെയ്തു. PSI ഗോപാൽ ബദാനെതിരെയാണ് ആരോപണം. ഇയാൾ 5 മാസത്തിനിടെ പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചതായി ഡോക്ടർ തന്റെ കൈത്തണ്ടയിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഹൈദരാബാദ് ബംഗളൂരു റൂട്ടിലോടിയ ബസ് അപകടത്തിൽപ്പെട്ട് 20 പേർ മരിച്ചു. ബസ് ഇരുചക്രവാഹനങ്ങളുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടാവുകയായിരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പല നദികളിലും ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരുന്നതിനെ തുടർന്ന് ജലസേചന വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ സസ്പെൻഷനിലായിരുന്ന മുൻ ജീവനക്കാരൻ അറസ്റ്റിൽ. ക്ഷേത്രത്തിലെ സ്വർണം പൂശിയ തകിടുകളിൽ നിന്നും ദ്വാരപാലക വിഗ്രഹങ്ങളിൽ നിന്നും സ്വർണം ദുരുപയോഗം ചെയ്തുവെന്നാണ് ഇയാൾക്കെതിരായ കേസ്. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.